ഹലോ എല്ലാവർക്കും മെയ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളൊരു 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണോ എങ്കിൽ IBMTS ഇപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്ലൈ ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നാണ്, അതായത് നവംബർ 22 മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ IB സെക്യൂരിറ്റി അസിസ്റ്റന്റിന് ശേഷം IB ACIOക്ക് ശേഷം ഇപ്പൊ വന്നിരിക്കുന്ന നല്ലൊരു നോട്ടിഫിക്കേഷൻ ആണ്, നല്ലൊരു പോസ്റ്റ് ആണ്. IBയുടെ MTS എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക്. യെസ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റേജ് ആണ്. ജനറൽ കാറ്റഗറി, ജനറൽ എക്സാം ആണ്. 2025 നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. യെസ്, നെയിം എന്ന് പറയുന്നത് ഇതൊരു ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. സാലറി പേ സ്കെയിൽ വരുന്നത് 18,000 രൂപ മുതൽ 56,900 ആണ്. ഇതിന്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരുപാട് അലോവൻസസും അവർ പറയുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോ കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രയാണോ അതിന്റെ 20% ആയിട്ട് അഡീഷണൽ അലോവൻസും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. 20% ബേസിക് പേ, നമുക്ക് അതിന്റെ കൂട്ടത്തിൽ അതർ ഗവൺമെന്റ് അലവൻസും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്യാഷ് കോമ്പൻസേഷനും വരുന്നുണ്ട്. ഓൺ ദ ഡ്യൂട്ടി പെർഫോംഡ് ഓൺ ഹോളിഡേയ്സ് സബ്ജക്റ്റഡ് ടു ഓഫ് ദ 30 days. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. പിന്നെ നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് അപേക്ഷിക്കുന്നത്, നമുക്കിപ്പോ കേരളത്തിലൊക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ നിങ്ങൾ അപേക്ഷിക്കുവാണെങ്കിൽ ആ നാട്ടിലെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. അതായത് ലോക്കൽ ഭാഷ അറിഞ്ഞിരിക്കണം. ആ നാട്ടിലാണ് സ്റ്റേറ്റ്, നമ്മളുടെ കേരളം സ്റ്റേറ്റ്, അതുപോലെ ആ അപേക്ഷിക്കുന്ന സ്ഥലത്തേക്കുള്ള ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ അപ്ലൈ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 22/11/2025 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ December 14 കേട്ടോ. 14/12/2025 നമുക്ക് എന്ത് ചെയ്യുന്നത്, അപേക്ഷിക്കാനുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത്. ഇനി ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിൽ അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. നമ്മുടെ യൂത്തിനെയാണ് അവർക്ക് ആവശ്യം. ഏറ്റവും മികച്ച അവസരമാണ്. അപ്പൊ അതുപോലെ തന്നെ OBC കാറ്റഗറിക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ എത്രയാണ്, 28 വയസ്സ് വരെയും. OBC ആൻഡ് SC/ST വരുമ്പോൾ 30 വയസ്സ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എങ്ങനെയായിരിക്കും നമുക്ക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടയർ 1ഉം ടയർ 2 ആണ്. ടയർ 1 ഓൾറെഡി നിങ്ങൾക്ക് അറിയാം IBSAയുടെ കോഴ്സ്, ECEയുടെ കോഴ്സ്, അതുപോലെ തന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മളുടെ ആപ്പ് ലേസർ ബി അക്കാഡമിയിൽ നമ്മൾ പെയ്ഡ് ക്ലാസ്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ടയർ 2 പ്രിപ്പറേഷൻ ഒക്കെ ഇപ്പൊ ഉഷാറായിട്ട് പോകുന്നുണ്ട്. MTSന്റെ ഇപ്പൊ അടുത്തത് വന്നിരിക്കുകയാണ്. അപ്പൊ ക്ലാസ്സിന്റെ ജനറൽ അവയർനെസ്സിന് 40 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 20 ആൻഡ് റീസണിങ്ങിന് 20, ഇംഗ്ലീഷിന് 20. അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് ഫേസിൽ വരുന്നത്. 1 hour ആയിരിക്കും നമുക്ക് എക്സാം ടൈം വരുന്നത്. അതുപോലെ ഓരോ തെറ്റുത്തരത്തിനും എത്രയാണ്, 1/4, അതായത് ഓരോ തെറ്റുത്തരത്തിനും നെഗറ്റീവ് മാർക്ക് 1/4 നെഗറ്റീവ് മാർക്കിംഗ് ഇന്നുണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി അതുപോലെ അത് പാസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് വരുന്നത് നമുക്ക് ടയർ 2 ആണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജും അതുപോലെ തന്നെ കോംപ്രിഹെൻഷനും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് IBSAയിൽ ട്രാൻസ്ലേഷൻ വരുന്നുണ്ടായിരുന്നു സെക്കൻഡ് ടയറിൽ. ഇവിടെ നമുക്ക് ട്രാൻസ്ലേഷൻ ഇല്ല. പകരം ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ വൊക്കാബ്, ഗ്രാമർ, സെന്റൻസസ്, സിനോണിംസ്, ആന്റോണിംസ് ആൻഡ് കറക്റ്റ് യൂസേജ്, അതുപോലെ കോംപ്രിഹെൻഷൻ, പാരഗ്രാഫ് റൈറ്റിംഗ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്വാളിഫയിങ് ആയിട്ട് 20 മാർക്ക് നമുക്ക് കിട്ടിയാൽ മാത്രം മതി. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിന് നമുക്ക് 50 മാർക്കാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. 1 hour ആണ്. അതിൽ 50-ൽ 20 മാർക്ക് മാത്രം നിങ്ങൾക്ക് ടയർ 2 കിട്ടിയാൽ മതിയാകും. ഇനി നമ്മുടെ കേരളത്തിലെ ഇതിൽ എക്സാം സെന്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. നമുക്ക് എറണാകുളം, കണ്ണൂര്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂര്, ഈ ജില്ലകളിലേക്ക് നമുക്ക് എക്സാം സെന്റർ പറ്റുന്നതാണ്. നമ്മുടെ എക്സാം സെന്റർ വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞു 12, 22, അതായത് ഇന്ന് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും.
അടുത്ത മാസം 14-ാം തീയതിയാണ്, ഡിസംബർ 14-ാം തീയതിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. ഇനി ഇതിന് ഫീസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്ക് 2 കമ്പോണൻസ് ആണ് വരുന്നത്. ഒന്ന് നമുക്ക് എക്സാമിനേഷൻ ഫീസും മറ്റൊന്ന് റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രോസസിംഗ് ചാർജ് 550 എന്നുള്ള രീതിയിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ റിക്രൂട്ട്മെന്റ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 550 ആണ്. മെയിൽ കാറ്റഗറി ആണെങ്കിൽ 100, അപ്പൊ 650 രൂപയായിരിക്കും എന്ത് വരുന്നത്, മെയിൽ കാറ്റഗറിക്ക് വരുന്നത് കേട്ടോ. അത് നമുക്ക് എല്ലാ കാറ്റഗറിയിലും വരുന്നില്ല. മെയിൽസിന് UR EWS അതുപോലെ OBC കാറ്റഗറീസിലുള്ളവർക്കാണ് എന്ത് വരുന്നത്, എക്സാം ഫീസ് വരുന്നുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ജോലി IBയുടെ കോഴ്സസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാഷ് കോഴ്സസ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഏറ്റവും പുതിയ ബാച്ച് IB MTSന്റെ നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ്. നമ്മൾ ഒരു ദിവസം IB എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ട GK മാത്സ് തുടങ്ങിയ ക്ലാസ്സസ് നമ്മൾ ഡെയിലി ടൈം ടേബിൾ പ്രകാരം തരുന്നുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി ആ പഠിച്ചതിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇൻ ലൈവ് മിസ്സായി പോയി കഴിഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ PYQ പ്രാക്ടീസ്, എക്സാം അടുക്കുന്ന സമയത്താണ് നമുക്ക് IBയുടെ PYQ കിട്ടാൻ വളരെ ടഫാണ്. പക്ഷെ എങ്കിൽ കൂടിയും നമുക്ക് IBയുടെ PYQ സെഷൻസ് ലൈവ് ആയിട്ട് എക്സാം അടുക്കുന്ന ലാസ്റ്റ് 30 ഡേയ്സ് കംപ്ലീറ്റ് റിവിഷൻ ആയിരിക്കും. കംപ്ലീറ്റ് ലൈവ്, ഹെവി ലൈവ് റിവിഷൻ ആയിരിക്കും നമ്മൾ തരുന്നത്. അതുപോലെ മെന്റർഷിപ്പ് ഉണ്ടാകും. സ്പെഷ്യലി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ സെപ്പറേറ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ലൈവിൽ നൽകുന്നുണ്ട്. ആൻഡ് അതിന്റെ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ച് അഡ്മിഷൻ എടുക്കാം. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോറിലും ഒക്കെ ഡൗൺലോഡ് ചെയ്യുക. അതായത് നമ്മൾ AZB അക്കാഡമി നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഡയറക്റ്റ് പോയിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും പെട്ടെന്ന് തന്നെ ഇപ്പൊ ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആണ്. ഗോ ടു നമ്മുടെ MHയുടെ പ്രൊഫൈലിൽ പോയിട്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്തതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക. നമുക്കൊരു February 1st, ജനുവരി ലാസ്റ്റോട് കൂടിയിട്ട് എന്തായാലും എക്സാം പ്രതീക്ഷിക്കാം. അപ്പൊ ഒരു ക്രാഷ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.